കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ 7ാമത് അമേരിക്കാസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് കോഴിക്കോട് കളമൊരുങ്ങി. മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ ഫ്ലഡ്ലിറ്റ് ഗ്രൗണ്ടിൽ 21-ന് മത്സരം തുടങ്ങും. 200-ലേറെ ഫുട്ബോൾ താരങ്ങളുടെ പങ്കാളിത്തമുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 21-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ ഫ്ലഡ്ലിറ്റ് ഗ്രൗണ്ടിൽ തുടക്കമാവും. ടൂർണമെന്റ് പ്രചരണത്തിന്റെ ഭാഗമായി 19-ന് കാലത്ത് 7:30-ന് കോഴിക്കോട് ബീച്ചിൽ സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന മുദ്രാവാക്യമുയർത്തി കൂട്ട ഓട്ടം സംഘടിപ്പിക്കും. സൗത്ത് ബീച്ചിന് മുന്നിൽ ആരംഭിച്ച് ബീച്ച് ഓപ്പൺ സ്റ്റേജിന് സമീപത്താണ് സമാപനം. 21-ന് വൈകിട്ട് 4:30-ന് ഉദ്ഘാടനം. തുടർന്ന് 14 ദിവസങ്ങളിലായി വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെ 2 മാച്ച് വീതം മത്സരം നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ മത്സരരംഗത്തുണ്ടാകും. ജനുവരി 2-ന് സെമിയും 4-ന് ഫൈനൽ റൗണ്ട് മത്സരവും നടക്കും. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് സലീം പന്തീരങ്കാവ് നിർവഹിച്ചു. ഏഴു വർഷമായി ഞങ്ങൾ പഴയകാല കളിക്കാരെ, അതായത് പണ്ട് കളിക്കാരാവണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന സമയത്ത് വിവിധ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് കളിക്കാരാവാതെ പോയി, ഫുട്ബോൾ കളിക്കാൻ കഴിയാതെ ഗൾഫിലേക്കും അല്ലെങ്കിൽ മറ്റു പണികളിലേക്കും മറ്റു ജീവിത സാഹചര്യങ്ങൾ അവരെ വേറെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടുകൊണ്ട് ഇനിയൊരു 40 കഴിയുന്ന സമയത്ത് അവർക്ക് പഴയ കളിക്കാരനാവാനുണ്ടായിരുന്ന ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപകൻ NK അൻവർ, പ്രസിഡന്റ് സലീം പന്തീരങ്കാവ്, ടൂർണമെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഷമീം റാസ, കൺവീനർ സുനിൽ മാധവ്, ജോയിന്റ് സെക്രട്ടറിമാരായ C അബ്ദുൾ സമദ്, അഷ്കർ പെപ്പർ ഗ്രേ എന്നിവർ സന്നിഹിതരായിരുന്നു. ACV ന്യൂസ്, കോഴിക്കോട്.